പ്രൈസ് ദി ലോർഡ്. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഗ്രന്ഥം തുറക്കപ്പെട്ടു. സുഭാഷിതങ്ങളുടെ പുസ്തകം 16-ാം അധ്യായം 1-ാം തിരുവചനം ഇങ്ങനെ വെളിപ്പെടുത്തുന്നു: മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമമായ തീരുമാനം കർത്താവിൻ്റെതത്രേ. സ്നേഹമുള്ളവരെ, മനുഷ്യന്റെ പ്രത്യേകത അവന് ചിന്താശക്തി ഉണ്ട് എന്നതാണ്. അവൻ ചിന്തകളാൽ തൻ്റെ ജീവിതത്തിലെ ഭാവി പദ്ധതികൾ മുൻകൂട്ടി പടുത്തുയർത്തുന്നു. എന്നാൽ മനുഷ്യന്റെ പദ്ധതികൾ പലപ്പോഴും തകർന്നു വീഴുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. തൻ്റെ പദ്ധതികൾക്കനുസരിച്ചാണ് മനുഷ്യൻ ജീവിക്കേണ്ടതെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം പറയുന്നത് അനുസരിക്കുവാൻ പലപ്പോഴും മനുഷ്യൻ താല്പര്യനാകുന്നില്ല. മറിച്ച് തൻ്റെ പദ്ധതികൾക്കനുസരിച്ച്, തൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ദൈവത്തെ കൊണ്ടുവരുവാൻ മനുഷ്യൻ ശ്രമിക്കുന്നു. ഇന്ന് ദൈവത്തെ വഹിക്കുന്ന, മറ്റുള്ളവർക്ക് ദൈവത്തെ കൊടുക്കുന്ന, ദൈവഹിതമനുസരിച്ച് ജീവിക്കുന്ന മക്കളായി നാം മാറണം. നാം എത്രയൊക്കെ ദൈവത്തിൽ നിന്ന് ഓടി ഒളിച്ചാലും അവിടുന്ന് തൻ്റെ പദ്ധതികൾ നമ്മിൽ പൂർത്തീകരിക്കും. വിശുദ്ധ ഗ്രന്ഥത്തിൽ യോനാ പ്രവാചകനെ കുറിച്ച് നമുക്കറിയാം. ദൈവമായ കർത്താവ് യോനായോട് പറഞ്ഞു, മഹാനഗരമായ നിനവയിൽ ചെന്ന് ഞാൻ നൽകുന്ന സന്ദേശം അവിടെ പ്രഘോഷിക്കുക. എന്നാൽ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് താർശീസിലേക്ക് ഒളിച്ചോടുവാൻ യോന തീരുമാനിച്ചു. അവൻ താർശീസിലേക്ക് പോകുന്ന കപ്പലിൽ കയറി ഒളിക്കുവാൻ തീരുമാനിച്ചു. സ്നേഹമുള്ളവരെ, ഇതുപോലെ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് പലപ്പോഴും നാം ഓടി ഒളിക്കുവാൻ ശ്രമിക്കും. എന്നാൽ ഓർക്കുക, കർത്താവിന്റെ കണ്ണുകൾ 1000 സൂര്യനേക്കാൾ ശോഭയുള്ളതാണ്. പ്രഭാഷകന്റെ പുസ്തകം വിളിച്ചു പറയുന്നു, മനുഷ്യന്റെ പ്രവൃത്തികൾ അവിടുന്ന് കാണുന്നു, അവിടുത്തെ ദൃഷ്ടിയിൽ നിന്ന് ഒന്നും മറഞ്ഞിരിക്കുകയില്ല. എന്നാൽ ഇവിടെ യോനായുടെ പ്രവൃത്തികൾ നിമിത്തം കർത്താവ് കടലിലേക്ക് കൊടുങ്കാറ്റയക്കുകയും കപ്പൽ കടൽക്ഷോഭത്തിൽ ഇളകിമറിയുകയും ചെയ്തു. യോന നിമിത്തമാണ് ഇത് സംഭവിച്ചെന്നറിഞ്ഞ കപ്പൽ യാത്രക്കാർ യോനായുടെ നിർദ്ദേശപ്രകാരം അവനെ കടലിലേക്ക് എറിഞ്ഞു. എന്നാൽ യോനായെ വിഴുങ്ങുവാൻ ദൈവം ഒരു വലിയ മത്സ്യത്തെ നിയോഗിച്ചു. യോന മത്സ്യത്തിന്റെ ഉദരത്തിൽ 3 രാവും പകലും പ്രാർത്ഥനയോടെ ദൈവത്തെ സ്തുതിച്ചു. കർത്താവിന്റെ പദ്ധതി പ്രകാരം മത്സ്യം യോനായെ കരയിൽ ശ്രദ്ധിച്ചു. കർത്താവിന്റെ പദ്ധതി പ്രകാരം യോന നിനവയിൽ എത്തി ഇങ്ങനെ വിളിച്ചു പറഞ്ഞു: 40 ദിവസം കഴിയുമ്പോൾ നിനവെ നശിപ്പിക്കപ്പെടും. ഇത് ശ്രവിച്ച നിനവെ നിവാസികൾ തങ്ങളുടെ അകൃത്യത്തിൽ നിന്നും പിന്മാറി. സ്നേഹമുള്ളവരെ, നാം നമ്മുടെ ജീവിതത്തിൽ ദൈവിക ഹിതം മാറ്റി നിർത്താതെ ദൈവത്തോട് ചേർന്ന് നമ്മുടെ ആഗ്രഹങ്ങൾ നൽകുമ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹപ്രദമാകും. കർത്താവായ യേശു നമ്മുടെ മൃതമായ അവസ്ഥയ്ക്ക് ഇന്ന് ജീവൻ നൽകും. മനുഷ്യന്റെ പദ്ധതികൾ അസ്തമിക്കുമ്പോൾ ദൈവം നമുക്കായി, നമ്മുടെ രക്ഷയ്ക്കായി അവിടുത്തെ പദ്ധതികൾ നടപ്പിലാക്കും. കർത്താവായ യേശു ഇന്ന് സകല പാപത്തിന്റെയും ശാപത്തിന്റെയും മരണത്തിന്റെയും കുഴിയിൽ നിന്നും നമ്മെ കയറ്റും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ കൂടെ വരണം. മൃതനായ എന്നിൽ യേശു ജീവൻ തന്നല്ലോ, മരണത്തിൻ കുഴിയിൽ നിന്നെന്നെ കയറ്റി. മൃതനായ എന്നിൽ യേശു ജീവൻ തന്നല്ലോ, മരണത്തിൻ കുഴിയിൽ നിന്നെന്നെ കയറ്റി. ഓ യേശുവേ, അങ്ങേ പിരിഞ്ഞിരി ഞാനില്ല, ഞങ്ങളുടെ കൂടെ വരണം. ഇന്ന് നമ്മുടെ ജീവിതം അസ്തമിച്ചു എന്ന് തോന്നുന്ന അവസ്ഥയിലും, നമുക്ക് സഹായത്തിനായി ആരുമില്ല എന്ന വേദനകളുടെ യാമത്തിലും കർത്താവായ യേശു അവസാന യാമങ്ങളിൽ ഇറങ്ങി വന്ന് നമ്മെ സഹായിക്കും. നമുക്ക് പറയാം: യേശുവേ, ഞാൻ അങ്ങയെ ഒരിക്കലും പിരിയുകയില്ല. നമുക്ക് ചേർന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്ന് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, വരണമേ. അസ്തമയ സമയത്തു യേശു വന്നിടും, 4-മത്തെ യാമത്തിലും യേശു വന്നിടും. അസ്തമയ സമയത്തു യേശു വന്നിടും, 4-മത്തെ യാമത്തിലും യേശു വന്നിടും. ഇനി ഞങ്ങളില്ല കർത്താവേ, പിരിഞ്ഞിരി ഞാനില്ല. യേശു അങ്ങേ പിരിഞ്ഞിരി ഞാനില്ല.
കർത്താവായ യേശു നമുക്ക് എന്നും കൂട്ടായി നമ്മുടെ കൂടെയുണ്ട്. അവിടുന്ന് നല്ലവനാണ്. അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. കർത്താവ് നമ്മുടെ രക്ഷയുടെ പരിചയാണ്. അവിടുന്ന് ഇന്ന് നമ്മെ സഹായിക്കും. നമുക്ക് പറയാം, കർത്താവേ, അങ്ങേ പിരിഞ്ഞ് ഞങ്ങളില്ല, ഞങ്ങളുടെ കൂടെ അങ്ങ് വരണമേ കർത്താവേ. എന്റെ യേശു എനിക്കെന്നും എത്ര നല്ലവൻ, എന്റെ കർത്താവ് എന്റെ കൂടെ എന്നും വന്നിടും. ആമേൻ. എന്റെ യേശു എനിക്കെന്നും എത്ര നല്ലവൻ, എന്റെ കർത്താവ് എന്റെ കൂടെ എന്നും വന്നിടും. ഓ യേശുവേ, അങ്ങേ പിരിഞ്ഞ് ഞാനില്ല കർത്താവേ, ഞങ്ങളുടെ കൂടെ വരണമേ കർത്താവേ. ഇന്ന് നമ്മുടെ ജീവിതം കൂരിരുട്ടിന്റെ മേഖലയിൽ ആയിരുന്നാലും, സമുദ്രത്തിലൂടെ നാം നടന്നു നീങ്ങിയാലും, നാം വീഴാതെ നമ്മെ താങ്ങി രക്ഷിക്കുവാൻ കർത്താവിന്റെ കരം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. അവിടുന്ന് നമ്മെ ഇന്ന് വഹിക്കും. നമുക്ക് കർത്താവിന് ഹല്ലേലൂയ പാടി നമുക്ക് അവിടുത്തെ ആരാധിക്കാം. താഴ്വരയിൽ ഞാൻ നടന്നാലും, സമുദ്രത്തിൻ അറ്റത്തു ഞാൻ ചെന്നു പാർത്താലും, കൂരിരുളിൻ താഴ്വരയിൽ ഞാൻ നടന്നാലും, സമുദ്രത്തിൻ അറ്റത്തു ഞാൻ ചെന്നു പാർത്താലും, ഞാൻ അങ്ങേ കരം പിടിച്ചു. എന്നെ പിടിക്കും. ഓ ജീസസ്, ഹല്ലേലൂയ. അങ്ങേക്കാരം എന്നെ പിടിക്കും. ഹല്ലേലൂയ കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് ദൈവത്തിന്റെ പദ്ധതികൾ നിങ്ങളിൽ പൂർത്തിയാകുവാനും അതുവഴി നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കുവാനും ഇടയാകട്ടെ എന്ന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.